എന്താണെന്നറിയോ, ഞാൻ ഈശ്വരവിശ്വാസം നല്ലതെന്ന് പറയുന്നത്, എടാ പിന്നെ ഞാൻ പുതിയ വണ്ടി എടുത്ത കാര്യം പറഞ്ഞല്ലോ, ഓടിക്കാനായിട്ട് കണ്ടിലടിയിൽ വെച്ച് മൂടി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ നോക്കിക്ക് മൂടി ഇട്ടേക്കുന്നത്. പിന്നെ ഓടിച്ചു തുടങ്ങിയില്ല. കുറേ പേര് വന്ന് കണ്ട്. 100 350 ആണ്. 100 350. അപ്പം എനിക്ക് ഹൈറ്റ് കുറവ് 5.5 ഉള്ളൂ. പകൽ ഞാൻ പുറത്തിറങ്ങിയില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ. അപ്പോൾ ഓടിക്കാൻ എനിക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ലൈസൻസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പൈസ കൊണ്ട് കൊടുത്തു. പഠിക്കാൻ പോയില്ല. എനിക്ക് കുറച്ച് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. കുറച്ച് സുഖമില്ലായ്മയുണ്ട്. അപ്പോൾ മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴല്ലേ ഉള്ളൂ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്, ഓൾമോസ്റ്റ് ഓക്കെ ആയി വരുന്നുണ്ട്. എനിക്ക് പോകണം, എനിക്ക് ബാക്കിയൂടെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കണം. പഠിച്ച് വണ്ടിയെടുത്ത് ഇറക്കണം. അന്ന് ഞാൻ ഒരു ടീമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാനൊരു കോഴ്സിന് ചേർന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, അന്ന് എനിക്ക് ഇത്ര ഹെയർ ഉണ്ട്, ഞാൻ എപ്പോഴും വെട്ടിക്കളയും. അതായത് ഇത്രയും ലെവലിൽ എപ്പോഴും ഇങ്ങനെ അഴിച്ചിടാൻ കണക്കാക്കി. എനിക്ക് അഴിച്ചിടുന്ന എപ്പോഴും ഞാൻ ഈ ഹെയർ ആണെങ്കിലും വെച്ചിട്ട് ഞാൻ നടക്കുള്ളൂ. അപ്പോൾ ഷോർട്ട് ഹെയർ എപ്പോഴും ഞാൻ ഷോർട്ടാക്കിയിട്ട് നടക്കുള്ളൂ. ഇനിയിപ്പോൾ ഈ ഹെയർ വിട്ട് എനിക്കറിയില്ല, അപ്പോൾ വെട്ടിക്കളയുന്നു. ഞാൻ വേഗം വളരും. അമ്മേൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഭയങ്കര നീളം, വേഗം വളരും. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ബുള്ളറ്റ് എടുക്കും. ബുള്ളറ്റ് എടുത്ത ഉടനെ തന്നെ എൻ്റെ ഹെയർ പിന്നെ ബോയ്ക്കട്ട് അടിക്കും എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ആ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റില്ല. ബോയ്ക്കട്ട് ഞാൻ അടിക്കുന്നില്ല. ബോയ്ക്കട്ട് ഒരു കുറേ കൂടെ ആവട്ടെ. അതായത് എനിക്ക് തോന്നട്ടെ, എന്തോ എൻ്റെ ഹെയർ ഇപ്പോൾ എനിക്ക് വെട്ടിക്കളയാൻ തോന്നുന്നില്ല. ഇപ്പോൾ ഹെയറിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടേക്കുന്ന വോളിമൈസിങ് ആണ്. ഇനി അത് പിന്നെ എല്ലാവരും പിടിച്ച് വലിക്കും ഇട്ടടി. ഇന്നാളല്ലേടി നീ മൊട്ടച്ചിയായിട്ട് നടന്നത്, എങ്ങനെയാടി എന്ന് പറയുന്നത്, ഇത് നിൻ്റെ ഒറിജിനൽ ഹെയർ ആണെന്ന് പറഞ്ഞാൽ പിടിച്ചൊക്കെ വലിച്ചു നോക്കൂട്ടെ. മറ്റേ എക്സ്റ്റൻഷനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ പറയടി പട്ടി, ഞാൻ പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ, പിന്നെ ഞാൻ കോസ്മെറ്റോളജിസ്റ്റും കൂടിയിട്ടല്ലേ, എനിക്കപ്പം എങ്ങനെ എൻ്റെ ഹെയർ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാമല്ലോ എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ വലിച്ച് നോക്കൂട്ടാ. എന്നിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ഒറിജിനൽ ഹെയർ തന്നെയെന്ന് പറയും. ഇനി എനിക്ക് വേറൊരു സംഭവം ചെയ്യണമെന്നുണ്ട് ഹെയറിൽ. അത് വയ്യ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മുഖത്തിന് ചേരുമോയെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ 2 കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക്. അതായത് 2